ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. 2025 മോഡൽ ബ്രസ VXi വേരിയന്റ് ആണിത്. VXiയിൽ അർബാനോ കിറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ അലോയ്സ് ZXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ആക്സസറീസ് ഈ വാഹനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പൊ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ZXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. പുതിയ ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ZXi വേരിയന്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും VXi വേരിയന്റ് ആണ്. VXi ആൻഡ് VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് VXiയിലാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ VXiക്ക് കൂടുതൽ ബുക്കിംഗ് വരുന്നത്. ബ്രസയിൽ എന്റെ അഭിപ്രായത്തിൽ കാണാൻ ബെസ്റ്റ് കളറുകൾ ഒന്ന് റെഡ്, പിന്നെ നമ്മളുടെ ബ്ലൂയിഷ് ബ്ലാക്ക്. റെഡ് ഇപ്പോൾ നമുക്ക് റൂഫൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനം അർബാനോ കിറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 27,000 രൂപയുടെ അർബാനോ കിറ്റാണ് ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. VXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ZXiനേക്കാളും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടം VXiയുടെ ലുക്കാണ്. കാരണം ZXiലെ DRL ഒക്കെ വരുമ്പോൾ ഒരു ഫാൻസി ലുക്കാണ്. പക്ഷെ ഇതൊരു പക്ക SUV ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അർബാനോ കിറ്റിലെ ആക്സസറി ആയിട്ട് അഡീഷണലി വന്നിരിക്കുന്നതാണ് ഈ ഒരു സിൽവർ ഗാർണിഷ്. അത് ബെമ്പർ ഗാർണിഷ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന സ്കിറ്റ് പ്ലേറ്റ് അർബാനോയിൽ വരുന്നതല്ല, അത് അഡീഷണലി കസ്റ്റമർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് LED ഫോഗ് ലൈറ്റ് കാണാം. പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈബീമിൽ ലോഗിയതിനകത്ത് തന്നെ അവിടെ ചേർന്ന ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് പാർക്ക് ലൈറ്റും കാണാം, അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഫ്രണ്ടിൽ വേറെ ക്രോമിൻസൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൽ ടോപ്പ് എൻഡിൽ വരുന്ന അതേ അലോയ്സ് ആണ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 42,000 രൂപ അടുത്താണ് അലോയ്സിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ZXi വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് അലോയ്സ് ആണ് വരിക. ഇത് നമ്മൾ ZXi പ്ലസിൽ വരുന്ന അലോയ്സ് ആണ്. അത് 4 അലോയ്സിനും കൂടി ഏകദേശം 42,000 ആണ് കോസ്റ്റ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നടുക്കാൻ ഒരു സുസ്കിയുടെ ഒരു ലോഗോ കാര്യങ്ങൾ കാണാം. ഈ ഫെൻഡറിൽ കാണുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഇത് അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ വൈറ്റ് ഇൻസൈറ്റൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഈ വശങ്ങളിൽ കാണുന്ന സിൽവർ ഫിനിഷും അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ക SUV ലുക്ക് നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷ് വരുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് റെയിൻ ഗാർഡ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് ചെയ്തിട്ടില്ല. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്സ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് ഇതിനകത്ത് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. സ്പോയിലർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസൈൻ തന്നെ സ്പോയിലർ കൊണ്ട് തോന്നിക്കുന്ന രീതിയിലാണ്. ബാക്കിൽ നമുക്ക് ബിഫോറുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു സിൽവർ ഫിനിഷ്. ഈ താഴത്തെ പോർഷൻ ഈ ഒരു ആഷ് കളറിൽ ഇരിക്കുന്ന ആ ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറയും ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ടെയിലൈറ്റ് ഒക്കെ ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ്, താഴെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബൂട്ടിൽ നമുക്ക് പാഴ്സൽ ട്രേ അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കാണാം. ബാക്കിൽ ഇപ്പോൾ VXi വേരിയന്റിൽ 60/40 സ്പ്ലിറ്റ് സീറ്റുകളാണ്. ഒരു ബൂട്ട് മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്പെയർ വീലിന്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു സെയിം വീൽ സൈസ് ആയിട്ടുള്ള സ്റ്റീൽ വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ്. 2 പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇനിയും അകത്തു നിന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ ഇല്ല, വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ VXi ആയിട്ട് ചേഞ്ച് വരുമ്പോൾ ഉള്ള മെയിൻ ഡിഫറൻസ് വരുന്ന ഈ ഒരു വുഡ് ഫിനിഷ് ആണ്. അത് അർബാനോ കിറ്റിൽ വരുന്ന ഒരു വുഡ് ട്രീറ്റ്മെന്റ് ആണ്. ഡോർ പാഡിലേക്ക് വന്നാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. 4 വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ട്യൂട്ടേഴ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്താണ്. താഴെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ഈ ബ്രസ എന്ന് പറയുന്ന ബാഡ്ജിങ് അർബാനോ കിറ്റിന്റെ ഭാഗമാണ്. അത് ഇലുമിനേറ്റഡ് ആണ്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സീറ്റ് കവേഴ്സ് ഇപ്പൊ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് ലെതർ ഫിനിഷുള്ള സീറ്റ് കവേഴ്സ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഒരു SRS എയർ ബാഗിന്റെ ബാഡ്ജിങ് കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഫോഗ് ലൈറ്റിന്റെ ബട്ടനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് മാനുവൽ വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ സെന്റർ കൺസോളിൽ വുഡ് ഫിനിഷ് വന്നു എന്നുള്ളതാണ്. ആ വുഡ് ട്രീറ്റ്മെന്റ് വന്നപ്പോൾ തന്നെ വാഹനത്തിനൊരു
പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇസഡ് പ്ലസിൽ പോലും ഒരു ബ്രൗൺ ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫീലാണ്, വുഡ് ഫിനിഷ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ അർബാനോ കിറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സെൻട്രൽ കൺസോളിന്റെ പോർഷൻ തന്നെയാണ്. ആ ഒരു സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഈ കോർണറിലും കാണാനായിട്ട് പറ്റും. സ്റ്റീയറിംഗ് കവർ അതിനകത്ത് വരുന്നതാണ്, അത് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റീയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ, ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇടതുവശം മ്യൂസിക്കും താഴെ ഫോണിന്റെ കൺട്രോൾസും കാണാം. ഇടതുവശത്ത് വൈപ്പർ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യമായ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. അത്യാവശ്യം സ്പോട്ടിലേക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഇസഡ് വേരിയന്റിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു 3.5 സെന്റിമീറ്റർ കളർ TFT ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോർമൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ 6 എയർ ബാഗിന്റെ അപ്ഡേറ്റ് വന്നപ്പോഴെങ്കിലും ആ വയർലെസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി, പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത് നമ്മളുടെ അർബാനോ കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ACD യൂണിറ്റ് കാണാം. ഇവിടെ നമുക്കൊരു ഒരു 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ടിനകത്ത് ഒരു USB കണക്ടറിന്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അത് കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സെന്റർ ആംറസ്റ്റ് ഈ വേരിയന്റിൽ വരുന്നതല്ല, അത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് അഡീഷണലി ചെയ്തിരിക്കുന്നതാണ്. ഷോറൂമിൽ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള ആക്സസറി ആണ് അത് ചെയ്തിരിക്കുന്നത്. ആ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ്. VXI വേരിയന്റ് അല്ലെങ്കിൽ ബ്രസ് എടുക്കുന്ന എല്ലാവരും മിനിമം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സെന്റർ ആംറസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അത് ലെതർ ഫിനിഷ് വരുന്ന സീറ്റ് കവറുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോർഡറൈസുള്ള സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത്. നമുക്ക് സെന്റർ IR മാനുവൽ ഡിമ്മിംഗ് IR ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്റീരിയറിൽ നിന്നുള്ള ഒരു ലുക്ക്. അർബാനോ കിറ്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ വുഡ് ഫിനിഷ് അല്ലെങ്കിൽ വുഡ് ട്രീറ്റ്മെന്റ് ഇന്റീരിയറിൽ വന്നു എന്നുള്ളത് മാത്രമാണ്. ബ്രസയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് കാണാം. മാരുതി സുസുക്കിയുടെ ബ്രാൻഡിന്റെ അണ്ടറിൽ ഒരു അത്യാവശ്യം സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ബ്രസ. ഗ്ലോബൽ NCAPൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലൊന്നും യാതൊരു മാറ്റമില്ല. മാരുതിയുടെ ടൈഡ് ആൻഡ് സ്റ്റാർട്ട് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20ഒക്കെയാണ്. റിയൽ ലൈഫിൽ 15-നും 16-നും ഓടിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ VXI വേരിയന്റെങ്കിലും എടുക്കുന്നവർ മിനിമം ഓട്ടോമാറ്റിക് എങ്കിലും എടുക്കണം. മാനുവലിന്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് അത് ശരിക്കും യൂസ്ലെസ് ആണ് എന്ന് തന്നെ പറയാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ LXI വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്ന എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 10,10,10,000 രൂപയാണ്. അഡീഷണലി നിങ്ങൾക്ക് 52,000 രൂപയുടെ അർബാനോ കിറ്റ് 25,000 രൂപയ്ക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് VXI വേരിയന്റ് ആണ്. VXI വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് 11,30,000 രൂപ. ആക്സസറീസിന് പ്രൈസ് വന്നിരിക്കുന്നത് ഏകദേശം 65,000 രൂപയാണ്. അതായത് അർബാനോ കിറ്റ് നമുക്ക് 25,000 രൂപ അർബാനോ കിറ്റാണ് 10,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. അഡീഷണലി ഇതിനകത്ത് അലോയ്സ് ചെയ്തിട്ടുണ്ട്, സെന്റർ ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലെയും ബാക്കിലെയും സ്കിഡ് പ്ലേറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ആക്സസറീസിന് മാത്രം അഡീഷണൽ 65,000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 11,30 പ്ലസ് 65 ഏകദേശം 12 ലക്ഷം രൂപ താഴെ ഇത്രയും ആക്സസറീസ് ലുക്കിൽ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുവരാം. ZXI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോഴും ഏകദേശം 1,25,000 രൂപയുടെ നിങ്ങൾക്ക് ലാഭമാണ്. കാരണം ZXI വേരിയന്റിൽ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,25,000 രൂപയാണ്. VXI ഓട്ടോമാറ്റിക്കിനും ZXI മാനുവലിനും സെയിം പ്രൈസ് ആണ്. 13,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പൊ VXI എടുക്കുന്നവർ ഇത്ര ആക്സസറീസ് ചെയ്യുക, VXI ഓട്ടോമാറ്റിക് എടുക്കുന്നവർ ഇത്ര ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ZXIനേക്കാൾ എനിക്ക് കുറച്ചും കൂടി കാണാൻ ഇഷ്ടമുള്ള ഒരു വാഹനം, കുറച്ചും കൂടി ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് VXI തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നോക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതിയിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഓഫർ അവൈലബിൾ ആണ്. ഓണത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു 1-2 ഓഫറും കൂടി അഡീഷണലി വന്നേക്കാം. ചിലപ്പോൾ ചെറിയൊരു ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ആയിരിക്കാം. either നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓണത്തിൽ വരെ വെയിറ്റ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. ഇതിലിപ്പോൾ ബാക്കിലേക്ക് കയറാനായിട്ട് പറ്റില്ല, കാരണം അലോയ്സ് ചെയ്തിരിക്കുന്ന അതിന്റെ സ്റ്റീൽ വീൽസ് ഈ വാഹനത്തിനകത്ത് വെച്ചേക്കാണ്. പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ പുറത്തിറക്കി വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മളൊരു മറ്റ് VXI വേരിയന്റുകൾ അല്ലെങ്കിൽ ബ്രസാറ്റി വീഡിയോകളെല്ലാം ബാക്ക് സീറ്റിലെ കംഫോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അഡീഷണൽ ഇതിനകത്ത് സെന്റർ ആംറസ്റ്റ് വന്നു എന്നുള്ളതാണ് പഴയ VXI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.